ഹായ് ബറീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ബ്രിട്ടൻ എന്ന് ഉണർന്നത് ശരിക്കും മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്നത് കണ്ടുകൊണ്ടാണ്. എന്നാൽ നമുക്കിന്ന് കുറച്ച് സ്നോ കാഴ്ചകളുമായിട്ട് പോകാം. വായോ. അതിരാവിലെ അത്ഭുതകരമായ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നടന്നു തുടങ്ങിയത്. ഞാൻ നടക്കുമ്പോഴൊക്കെ പഞ്ഞിത്തുണ്ടുകൾ പോലെ മഞ്ഞു കഷ്ണങ്ങൾ ആകാശത്തിൽ നിന്നും പൊഴിയുന്നുണ്ടായിരുന്നു. റോഡിൽ നിന്നും മഞ്ഞ് നീക്കുന്നതിനുള്ള ജോലികൾ അതിരാവിലെ തന്നെ ആരംഭിച്ചു. ഇത് ഒരു നല്ല അനുഭവം തന്നെയാണ്. ഒരുപാട് സമയം മഞ്ഞ് പെയ്യുന്നത് കൊണ്ട് നിലത്താകെ മഞ്ഞിന്റെ ഒരു വലിയ ആവരണം രൂപപ്പെട്ടിരിക്കുന്നു. നേരം വെളുത്തു തുടങ്ങിയിട്ടും വീടിന്റെ പുറത്തൊന്നും ആരെയും കാണാൻ സാധിക്കുന്നില്ല. പ്രകൃതി ആകെ തന്നെ ഒരു മങ്ങിയ അവസ്ഥയിൽ ആയിരിക്കുന്നു. ഞാനൊന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കിയപ്പോൾ മരക്കൊമ്പുകളും വാഹനങ്ങളും എല്ലാം തന്നെ മഞ്ഞിൽ പുതഞ്ഞു നിൽപ്പാണ്. ഇവിടെ ഒരു ദേവാലയം കാണാം. ആ ദേവാലയം ആകെ തന്നെ മഞ്ഞിൻ പുതപ്പണിഞ്ഞ് കിടക്കുകയാണ്. റോഡിന്റെ രണ്ട് സൈഡുകളിലും മനോഹരമായ നടപ്പാതയും സൈക്കിൾ പാതയും സജ്ജീകരിച്ചിരിക്കുന്നു. അവയെല്ലാം തന്നെ മഞ്ഞിൻ പാളികളാൽ മൂടിക്കിടക്കുകയാണ്. റോഡിൽ വാഹനങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയും അകലം പാലിച്ചുമാണ് സഞ്ചരിക്കുന്നത്. രണ്ട് ദിവസം മുന്നേ ഞാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ കണ്ട കാഴ്ചയല്ല ഇന്ന് ഞാൻ കാണുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്കിന്ന് കാണാൻ സാധിച്ചത്. മഞ്ഞുകാലത്ത് മഞ്ഞുകൊണ്ട് സ്നോമാൻ ഉണ്ടാക്കുക എന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരുടെയും ഒരു വിനോദം തന്നെയാണ്. സിറ്റി സെന്ററിന്റെ അകഭാഗമാണിത്. മഞ്ഞിനെ വകവയ്ക്കാതെ ആളുകൾ തെരുവിലൂടെ നടക്കുന്നുണ്ടെങ്കിലും നമുക്കിത് ഒരു അത്ഭുത കാഴ്ചയാണ്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രത്യേകതയുള്ള ഒരു ദിവസം ആകണമെന്നില്ല. അവർക്ക് ഈ മഞ്ഞുവീഴ്ചയെല്ലാം സാധാരണമാണ്. മഞ്ഞിൽ കൂടി ബേബി പുഷ് ചെയർ തള്ളിക്കൊണ്ടു പോകാൻ നന്നേ പ്രയാസപ്പെടുന്ന ആളുകൾ. മഞ്ഞിൽ കൂടി നടന്നുകൊണ്ട് ഈ വീഡിയോ പകർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ആവേശകരമായി ഞാൻ ആ തെരുവിലൂടെ നടന്നു. ഇവിടത്തെ മേൽക്കൂരകളെല്ലാം ചരിഞ്ഞതാകാൻ കാരണം മഞ്ഞ് പെയ്യുമ്പോൾ ഒഴുകി താഴേക്ക് പോകാൻ വേണ്ടിയാണ്. മരങ്ങളെല്ലാം ഇലപൊഴിച്ച് അസ്ഥിപഞ്ജരങ്ങൾ പോലെ നിൽക്കുന്നു. ഇത് നമുക്കൊരു രസകരമായ കാഴ്ചയാണെങ്കിലും ഇംഗ്ലീഷുകാർക്ക് ഇതത്ര രസകരമായ കാഴ്ചയല്ല. കാരണം ഇനി അങ്ങോട്ട് ഒരു 3-4 മാസം ആഘോഷങ്ങളില്ലാത്ത, ഒരുമിക്കലുകളില്ലാത്ത നാളുകളാണ്. കടകളുടെ മുന്നിൽ കിടക്കുന്ന മഞ്ഞുകൾ നന്നേ പ്രയാസപ്പെട്ട് അവിടുത്തെ ജീവനക്കാർ മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ പുരാതനമായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങളാണ് ഈ കാണുന്നത്. ഇതെല്ലാം തന്നെ ഇന്ന് കച്ചവട സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ക്ലിഫോർഡ് സ്ട്രീറ്റിലാണ്. ഇവിടെ കുറെ ആളുകൾ മഞ്ഞുവീഴ്ച ആസ്വദിക്കുന്നുണ്ട്. കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് റോഡിൽ വാഹനങ്ങൾ നന്നേ കുറവായി അനുഭവപ്പെടുന്നുണ്ട്. മേൽക്കൂരയുടെ മുകളിലും വീടിന്റെ ചുറ്റുപാടും അതുപോലെ വാഹനങ്ങളുടെ മുകളിലും കിടക്കുന്ന മഞ്ഞ് മാറ്റുക എന്നത് ഒരു ഭാരിച്ച പണി തന്നെയാണ്. ഇവിടെ ആൾക്കാർ മഞ്ഞിൽ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒന്ന് മഞ്ഞിൽ ആസ്വദിക്കണമെന്ന്.
കെട്ടിടത്തിന്റെ സൈഡിൽ 2 കുട്ടികൾ മഞ്ഞിൽ സ്നോമാൻ ഉണ്ടാക്കി കളിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നാട്ടിലൊക്കെ നമ്മുടെ കുട്ടികൾ മണ്ണിൽ കളിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അവർ മഞ്ഞിൽ കളിക്കുന്നത്. സിറ്റിയുടെ മധ്യത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ ഓരങ്ങളിലെല്ലാം മഞ്ഞ് വീഴുന്ന പാളികളായി കിടക്കുന്നത് കാണാൻ സാധിക്കും. റെസ്റ്റോറന്റിന്റെ മേശകളിലും കസേരകളിലുമെല്ലാം ഐസിന്റെ ആവരണം കൊണ്ട് മൂടിയിരിക്കുന്നു. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കൊടും ശൈത്യത്തിലേക്ക് ഇംഗ്ലണ്ട് മാറിക്കഴിഞ്ഞു. ഈ സമയത്ത് ഇവിടെ ഇപ്പോൾ നേരം പുലരാൻ രാവിലെ 8:30 മുതൽ 9 മണിയൊക്കെ ആകും. അതുപോലെ വൈകുന്നേരം 3 മണിയാകുമ്പോഴൊക്കെ ഇരുട്ടാനും തുടങ്ങും. ജീവനക്കാർ മഞ്ഞുകൾ മാറ്റി പാതകൾ ക്ലിയർ ചെയ്യാനുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ആളുകൾക്ക് രാവിലെ എണീറ്റാൽ ഒരു പ്രധാന ജോലി അന്നത്തെ കാലാവസ്ഥ എന്തെന്ന് അറിയുക എന്നതാണ്. കാരണം മഴയാണോ കാറ്റാണോ മഞ്ഞാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ യാത്രകൾ തീരുമാനിക്കുന്നത്. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും വിന്റർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിറക് വിൽക്കുന്ന സ്ഥലങ്ങളും നമുക്ക് കാണാം. കാരണം വീടിനകം ചൂടാക്കി നിർത്തുക എന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. ഇന്ന് ഇതിനു വേണ്ടി ഇലക്ട്രിക് ഹീറ്റിംഗ് സിസ്റ്റവും ഗ്യാസ് ഹീറ്റിംഗ് സിസ്റ്റവും വളരെ സജീവമാണ്. പുരാതനമായ ശൈലിയിൽ കല്ലുകൊണ്ടും തടികൊണ്ടും പണിത ഒരു കെട്ടിടം ഇവിടെ കാണാൻ സാധിക്കും. ഈ കെട്ടിടം ഇന്ന് പല ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് കൊടുക്കപ്പെടുന്നു. ഇവിടെയും ഒരു സ്ത്രീ സ്നോമാൻ ഉണ്ടാക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അതിൽ എൻജോയ് ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. തണുപ്പ് അതിഗംഭീരമായ ഒരു അനുഭവമാണെന്നാണ് നമ്മുടെ പലരുടെയും ഒക്കെ ധാരണ. പക്ഷേ ഒറ്റ ദിവസം ശരിക്കുമുള്ള തണുപ്പ് അനുഭവിക്കുമ്പോൾ നമ്മുടെ നാടാണ് സ്വർഗമെന്ന് മനസ്സിലാകും. ഇതൊരു പാർക്കാണ്. ഇവിടെയും മഞ്ഞ് വീണ് നിലം വെളുത്ത നിറം അണിഞ്ഞിരിക്കുകയാണ്.